ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് 6 മണി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ലാബിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 6:30 ആയപ്പം വേറെ 2 ആൾക്കാരും കൂടെ വന്ന് മീറ്റ് ചെയ്യാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഡിസ്കഷനൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പ്രൈമാർക്കിൽ പോയി. അവരും ഉണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് പിന്നെ ഞങ്ങൾ വിചാരിച്ചു കബാബ് കഴിക്കാൻ വേണ്ടി പോകണോ അതോ ചോക്ലേറ്റ് ക്രേപ്പ് കഴിക്കാൻ വേണ്ടി പോകണോ എന്നുള്ളത്. പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ശരി എന്നാൽ ചോക്ലേറ്റ് ക്രേപ്പാണെങ്കിൽ ചോക്ലേറ്റ് ക്രേപ്പ്. അങ്ങനെ വന്ന കാര്യം ഒരു അരമണിക്കൂറത്തെ പരിപാടിയാണെങ്കിലും ഷോപ്പിങ്ങും ക്രേപ്പും ഒക്കെ കഴിച്ചിട്ട് വരുമ്പോഴേക്കും ഒരു സമയമായിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫ്രണ്ടിന് ചോക്ലേറ്റ് എന്ന് വെച്ചാൽ ജീവനാണ്. അതാണ് അവൾ ഞങ്ങളെയും കൊണ്ട് ക്രേപ്പ് കഴിക്കാൻ പോകാമെന്നും പറഞ്ഞ് പോയത്. പക്ഷേ എനിക്കൊരു പകുതിയൊക്കെ ആയപ്പോൾ തന്നെ മടുത്തു തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം അത്യാവശ്യം നല്ല ചോക്ലേറ്റ് ആയിരുന്നു. ഞാൻ തിരമിസു ഫ്ലേവർ എടുത്തിട്ടുണ്ടായിരുന്നത്. അവളാണെങ്കിൽ ഡബിൾ ചോക്ലേറ്റ് ഒക്കെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ കൂടെ വേറൊരു ചെക്കനും കൂടി ഉണ്ടായിരുന്നു. അവനും തിരമിസു ഫ്ലേവർ തന്നെയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഇന്ന് നല്ല ക്ലൈമറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ക്രേപ്പും പിടിച്ചുകൊണ്ട് ദോമോലേക്ക് നടന്നു. പിന്നെ ഇപ്പോൾ ഉള്ള ആഗോള കാര്യങ്ങളൊക്കെ സംസാരിച്ച് ഇറാനിൽ നടക്കുന്നതും USA അങ്ങനെയൊക്കെ സംസാരിച്ച് ഞാൻ തിരിച്ച് വീടെത്തിയിട്ട് ഞാനിങ്ങനെ ഓരോ കാര്യങ്ങൾ ട്രൈ ചെയ്ത് നോക്കുമായിരുന്നു. ഈ റെഡ് ടോപ്പ് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നത്. പാൻറ്റാണ് ഞാൻ മെയിനായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ ഫുൾ അത് എടുത്ത് വെക്കേണ്ട തിരക്കൊക്കെയായി. പിന്നെ ഞാൻ ഇന്നലെ ഉണ്ടാക്കിയ രാജ്മയും ചാവലും ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ രാജ്മ ചാവലൊക്കെ കഴിച്ചു. ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയല്ല, നന്നായിട്ടുണ്ടായിരുന്നു. പിന്നെ ഏറ്റവും വലിയ പണിയെന്ന് പറയുന്നത് നാളത്തെ കുക്ക് ചെയ്യേണ്ടതാണല്ലോ. അങ്ങനെ വന്ന് നാളത്തെ പരിപാടികളൊക്കെ ചെയ്ത് വെച്ച് കിടക്കുമ്പോഴേക്കും 1:30 ആയിട്ടുണ്ടായിരുന്നു. ഇന്ന് ഞങ്ങൾ ആക്ച്വലി മീറ്റ് ചെയ്തത് ചില കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യാനായിരുന്നു. അപ്പം അതിനെ കുറിച്ചിട്ടൊക്കെ പിന്നെ പറഞ്ഞുതരാം.